ഈശ്വര, എൻ്റെ മോളെ കണ്ടോ? അയ്യോ, എൻ്റെ മോളെ കാണുന്നില്ല. അയ്യോ, എൻ്റെ മോളെ കണ്ടോ? ആരെങ്കിലും കണ്ടോ എൻ്റെ മോളെ? എൻ്റെ മോളെ കാണുന്നില്ല. അയ്യോ, ഒന്ന് നോക്ക്, ഒന്ന് നോക്ക്. അയ്യോ, എവിടെയാണ് ഞാൻ പരതണ്ട്? ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്ക് വയ്യ ഈശ്വര. എൻ്റെ മോളെ കാണുന്നില്ല. എൻ്റെ മോളെ എവിടെയാണ് ഈശ്വര? എനിക്ക് വയ്യ. എനിക്ക് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. എൻ്റെ മകൻ, മകൾ, അവർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. അവർ പഠിച്ച് വലിയ ആളുകളായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം, നാടിനു വേണ്ടി സേവനം ചെയ്യണം. എൻ്റെ മക്കളുടെ സ്വപ്നമാണ് ഉരുളെടുത്തത്. എൻ്റെ മക്കളുടെ സ്വപ്നമാണ് മണ്ണിലമർന്നത്. എല്ലാം പടച്ചോന്റെ വിധി. ആ വിധി അംഗീകരിച്ചല്ലേ പറ്റൂ. നാളെ സ്വർഗത്തിൽ വെച്ച് ഞാൻ എൻ്റെ മക്കളെ കണ്ടുമുട്ടും. അവർ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ദുരന്തം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞുപോയി. 4 മാസം പിന്നിടുമ്പോൾ ദുരന്തത്തിന്റെ ഇരകളാക്കപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. ദുരിതാശ്വാസ നിധിയിൽ കോടികൾ വന്നു ചേർന്നെങ്കിലും ഇരകളാക്കപ്പെട്ടവർക്ക് എന്തു കൊടുത്തു? മോഹങ്ങൾ മണ്ണിലമർന്നു പോയവരെ പ്രതീക്ഷകൾ നൽകി കൈപിടിച്ചുയർത്തേണ്ട സമയത്ത് വെറുപ്പും വിദ്വേഷവും വർഗീയതയും പരത്തി അവനവന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മത്സരിക്കുകയാണ് ഇവിടെ പലരും. വർഗീയത പറഞ്ഞാൽ വിശപ്പ് മാറില്ല. വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ല ഞങ്ങൾക്കാവശ്യം. ഞങ്ങൾക്കു വേണ്ടത് ജീവിതമാണ്. ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ആരും കണ്ണടയ്ക്കരുത്. പ്രതീക്ഷകൾ ബാക്കിയാക്കി മണ്ണിലമർന്ന മോഹങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ,